ഹലോ ഫ്രണ്ട്സ് ആൻഡ് സിസ്റ്റേഴ്സിൻ്റെ പോരുള്ളൊക്കെ എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഈവനിങ് പലഹാരമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. യൂട്യൂബിൽ കണ്ട് എനിക്ക് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സംഭവമാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് 3 ഉരുളക്കിഴങ്ങാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ 3 ഇല്ലാത്തതുകൊണ്ട് 2 എടുത്തു. ഇന്നലെയും കൂടെ തീർന്നുള്ളൂ, ഇന്നലെ തീർന്നുപോയി. അപ്പോൾ 2 ഉരുളക്കിഴങ്ങ് നല്ല രീതിക്ക് പുഴുങ്ങി അതിനെ ഇങ്ങനെ ഇതിക്ക് ഉടച്ചെടുക്കണം. ഇനി നമുക്ക് കുറച്ച് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി ഇടാവേ. അപ്പോൾ നമുക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാവേ, കുറച്ച് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട്. അധികം ക്രിസ്പി നമുക്ക് വേണ്ട. ഓക്കെ, അരിപ്പൊടി സെറ്റ്. ഇനി നമുക്ക് കുറച്ച് കളറിനും ടേസ്റ്റിനും വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവേ. ഇച്ചിരി മതിയേ. മഞ്ഞപ്പൊടിയുടെ കുത്തിൽ വരണ്ട, നമുക്ക് ഒരിച്ചിരി ഇട്ട് കൊടുത്താൽ മതി. ഇനി അടുത്തത് എനിക്ക് ഇച്ചിരി എരിവ് ഇഷ്ടമുള്ള ആളായതുകൊണ്ടും എൻ്റെ വീട്ടിലെ ആൾക്കാർക്ക് ഇഷ്ടമായതുകൊണ്ട് കുറച്ച് മുളക് പൊടി. ഇനി കുറച്ച് മസാല ഫ്ലേവർ കിട്ടാൻ വേണ്ടി മസാലപ്പൊടി ഇല്ലെങ്കിൽ ഗരം മസാല എടുത്താലും മതി. ഞാനിവിടെ ഗരം മസാല എടുത്തേക്കണം. കാണിക്ക്. അപ്പോൾ നമ്മൾ മസാല ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല രീതിക്ക് കൈ കൊണ്ട് നല്ല രീതിക്ക് കുഴച്ച് കൊടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ, ഒന്ന് സോഫ്റ്റ് ആവാനും. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനം സസ്പെൻസ് ആയിട്ട് തന്നെ ഇരുന്നോട്ടെ കേട്ടോ. ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും ആരാ ക്യാമറമാൻ. ക്യാമറ ഗേൾ. നല്ല രീതിക്കൊന്ന് കുറച്ചുകൂടെ വെള്ളം വേണം. വേണം വളരെ ഇച്ചിരി വെച്ചേക്കാം. നമ്മൾ ഉണ്ടാക്കാൻ പോയ സാധനം ആർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. സൈഡിലത്തെ എല്ലാം പറ്റിക്കണല്ലേ എടുക്കണേ. ഈ പൊടികൾ സക്സസ് ആയാലും ഇല്ലെങ്കിലും ഞങ്ങൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കും അല്ലേ. സക്സസ് ആയെന്ന് പറഞ്ഞാൽ ആയെന്ന് പറയും, ഇല്ലെന്ന് പറയും ഇല്ലെന്ന് പറയും. അപ്പോൾ ഇനി നമുക്ക് നേരെ ഈ കുട്ടനെ നമുക്ക് പാനിലിട്ട് നല്ല വറുത്ത് പൊരിച്ചെടുക്കാം. ഓക്കെ, അത്യാവശ്യം ഇട്ടാ കുറേ എണ്ണം ഇടാനുള്ള ഒഴിച്ചങ്ങോട്ട്. അങ്ങനെ ഒഴിച്ചാൽ കൂടെ ഒഴുകും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ഇത് കഴിയുമ്പോൾ ഞാൻ തന്നെ കഴിയാം, എനിക്ക് തുറന്നല്ലേ. സോ നമുക്കിതാ എണ്ണ ചൂടേ വരുന്നുള്ളൂ. പിന്നെ നമുക്കെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ സർക്കിളാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ബോളാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് ഇതിലേക്ക് പതുക്കെ ഇട്ട് കൊടുക്കാവേ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് വരാം. മാളിന്ന് ഇടുന്നു, മാളിന്ന് ഇട്ട് കൊടുക്കാൻ. അമ്മമ്മ നമ്മളെ ഹെൽപ്പ് ചെയ്യണ്ടേ. ഒറ്റയ്ക്ക് ചെയ്യാൻ നമുക്ക് പേടിയാണ് നോക്കി. പക്ഷെ പറയും അത് മറ്റൊരു സാധനം കൊണ്ട് മാറ്റി വെക്ക്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ട്രിപ്പ് കുഴച്ചോണ്ടിരിക്കുകയാണ്. സ്മെൽ ഗൈസ്, സ്മെൽ. ഇപ്പം എനിക്ക് ചെറുതായിട്ട് പിടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് ഉരുളക്കിഴങ്ങിനെയാണോ ഞാനിങ്ങൾ അതൊക്കെ എടുത്തേക്കണേ.
ലാസ്റ്റ് ബോൾ കൂടെ നമുക്കിടാം. ഈ സൈഡിലിട ഇവിടെ ഇടണം, ഇവിടെ ഇടണം. അങ്ങത്തുള്ള എല്ലാത്തിനും മാറ്റി മാറ്റി കൊടുക്കാം. കൂട്ട് വെച്ചേക്കും, എല്ലാത്തിനും ചേർത്ത് വെച്ചേക്കുക. ഇനി നമുക്കിത് കഴിക്കാനുള്ള പകാകുമ്പോഴത്തേക്കും കാണാം. അയ്യപ്പാ ഒന്ന് നമ്മുടെ ചീത്തയെ പോയിരിക്കുന്നു. ഈ പാത്രത്തിലേക്ക് ഇരിക്കുന്നു എല്ലാം. അതിന് എണ്ണയ്ക്ക് ഒന്ന് പോട്ടെ, അവിടെ ഇച്ചിരി വെക്ക്. എണ്ണ ഒന്ന് നോക്കാം. സരി പൈസ ഉണ്ടായിരുന്നു. എനിക്ക് വീഡിയോ കൊണ്ടിട്ട് പൊട്ടറ്റോ വറുത്ത മണം എന്താ പൊന്നോ. പക്ഷെ ഞങ്ങൾ ഉണ്ടാക്കാൻ നോക്കിയത് വേറെ സാധനം. പക്ഷെ അല്ല കിട്ടി കിട്ടി. ഇത് തന്നെയാണ് എടുത്തിരുന്നു. പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള സോസും കൂടെ ഉണ്ടേ, മുകളിലേക്ക് ഒഴിക്കണം. ഒന്നും കൂടി ഓക്കെ ശരി. സോ നമുക്കിനി പരിപാടിയിലേക്ക് പോവാം. ഗൈസ് അപ്പോൾ ചേച്ചി സോസ് വയ്ക്കണേ. ഫൈനൽ ലുക്ക് കണ്ടാലോ? എമർജൻസി ഉണ്ടോ? നമ്മുടെ കാട്ടുവാസി മാർഗേ ഇതൊന്ന് പിടിച്ചേ, ഇങ്ങനെ പിടിച്ചേ. ഇനി നമുക്ക് കഴിച്ച് നോക്കിയാലോ? ഞം 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 ഞം. അത് ഫസ്റ്റ് ചൂടെന്ന് പറഞ്ഞിട്ട് ചുക്കു ചുക്കു ചുക്കു. കാട്ടുവാസി ആര് തീ കിടക്കുന്ന സ്ഥലങ്ങൾ. ഒരു മിനിറ്റ് കരം തരാം. നല്ലതാണോ ട്രൈ ചെയ്ത് നോക്കുന്ന? ഒറ്റ മിനിറ്റ്. ചൂട് ടേസ്റ്റ് ഉണ്ടെന്നാൽ ചൂടുണ്ട്. ഒരു സൈഡിലേക്ക് നമ്മുടെ ക്യാമറമാന് തിന്നാൻ കൊടുക്കാം. ക്യാമറമാൻ എങ്ങനെ ഉണ്ടെന്ന് വേണം. അപ്പോൾ നമുക്ക് ചൂടാ തുപ്പിയാൻ കൊല്ലും ഞാൻ. നമുക്ക് ഇനി അമ്മയ്ക്ക് കൊടുക്കാം. പിടിച്ചേ. നമുക്കിനി നീര യു ഷുഡ് ടെൽ ദ റിവ്യൂ.